എല്ലാവർക്കും പാലക്കാട് ട്രാവൽ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ മുതലമടയിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് അധികം ആളുകൾക്ക് അത്ര പരിചിതമല്ലാത്ത എന്നാൽ പ്രകൃതി ഭംഗി കൊണ്ട് മനസ്സ് കീഴടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്, മീങ്കര ഡാം. ഈ ബസ്സിൽ കാമ്പ്രത്ത് ചെള്ള എന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങേണ്ടത്. ബസ് ചാർജ് 13 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ലെറ്റ്സ് ഗോ. മുതലമടയിൽ നിന്ന് മീങ്കരയിലേക്കുള്ള റോഡ് യാത്ര തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. മഴക്കാലത്ത് ഈ പ്രദേശത്തിന്റെ ഭംഗി ഒന്നുകൂടി കൂടും. വഴിയിലുടനീളം പച്ചപ്പറന്ന കൃഷിയിടങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, ദൂരെയായി കാണുന്ന പശ്ചിമഘട്ട മലനിരകൾ, ഓരോ കാഴ്ചയും യാത്രയെ കൂടുതൽ മനോഹരമാക്കും. അങ്ങനെ നമ്മൾ കാമ്പ്രത്ത് ചെള്ള എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് കാമ്പ്രത്ത് ചെള്ള ടൗൺ. ഇവിടെ നിന്നാണ് മീങ്കര ഡാമിലേക്കുള്ള ബസ് ലഭിക്കുന്നത്. ഗോവിന്ദാപുരം ബസ്സാണ് മീങ്കര ഡാം വഴി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാം. പിന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. ആ കാണുന്നത് തൃശ്ശൂരേക്കുള്ള ബസ്സാണ് കേട്ടോ. ഈ കാമ്പ്രത്ത് ചെള്ള അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ, മെയിൻ ടൗൺ ആണേ. അങ്ങനെ നമുക്ക് പോകേണ്ട ബസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ മീങ്കര ഡാമിലേക്ക് പോവേണ്ടത്. ഗോവിന്ദാപുരം ബസ് റൂട്ടാണിത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ ഇവിടുന്ന് ഒരു 20 മിനിറ്റോളം യാത്രയുണ്ട് മീങ്കര ഡാമിലേക്ക്. 15 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. എന്ത് ചോദിച്ചാലും കറക്റ്റ് മറുപടി ലഭിക്കും. എവിടെ ഇറങ്ങണം എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരും. അത് വലിയൊരു കാര്യം കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ബസ്സിലൊക്കെ ഞാൻ കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ബസ്സിലൊന്നും നമുക്ക് ടിക്കറ്റ് തരില്ല കേട്ടോ. നമുക്ക് ക്യാഷ് കൊടുക്കുക, അത്ര തന്നെ. ടിക്കറ്റ് മുറിച്ച് തരുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എത്തിയിട്ടില്ല, ഇവിടുന്ന് ഒരു 0.8 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ. ഇതാണ് മീങ്കര ജംഗ്ഷൻ. ചെറിയൊരു ടൗൺ ആണ്, ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിലാണ്, നേരെ കാണുന്ന റൂട്ടിലാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ എന്നാൽ പോകാം അല്ലേ? റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഉള്ളു കുണ്ടും കുഴിയൊക്കെയാണ്. ഇവിടുന്ന് ഓട്ടോ വിളിച്ച് നമുക്ക് ഈ ഡാമിലേക്ക് പോകാം. പക്ഷേ നടക്കുന്നതാണ് ബെറ്റർ. കാരണം അധികം നടക്കാനൊന്നുമില്ല. ഒരു 0.8 കിലോമീറ്റർ അത്രയേ ഉള്ളൂ നടക്കാൻ. പിന്നെ മഴയായതുകൊണ്ട് തന്നെ ചൂടും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നടക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മളിപ്പോ കറക്റ്റ് നമ്മളെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് മീങ്കര ഡാമിന്റെ ഗേറ്റ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറണം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. ആളോട് ചോദിച്ചു എൻട്രി ഫീയോ കാര്യങ്ങളോ ഉണ്ടോ. അപ്പൊ ആള് പറഞ്ഞു ഒന്നും തന്നെ ഇല്ല, കയറി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുകയാണ്. ഇവിടെയാണ് മീങ്കര ഡാമിന്റെ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്ക് മീങ്കര ഡാം എന്താണെന്നും അവിടെയുള്ള കാഴ്ചകൾ ഒന്ന് വിശാലമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് മീങ്കര ഡാം. എന്താല്ലേ, വിശാലമായി പരന്നു കിടക്കുന്ന വെള്ളം കണ്ട എന്തൊരു വലുപ്പമാണ്. ചുറ്റുമുള്ള പച്ചപ്പും ദൂരെയുള്ള മലനിരകളും ഇതെല്ലാം കൂടി ചേർന്ന് വളരെ ശാന്തമായ ഒരു സ്ഥലം. അതാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. അടിപൊളി കേട്ടോ കാണാൻ. ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മീങ്കര
പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഡാമാണ്. ഈ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് 1960-ലാണ്. ഭാഗികമായാണ് അന്ന് ആരംഭിച്ചത്. ഇത് പൂർത്തീകരിച്ചത് 1964-ലും. ഇതൊരു ഗായത്രി ഓറിയഗേഷൻ പദ്ധതിയുടെ ഒന്നാം ഘട്ടമായാണ് അറിയപ്പെടുന്നത്. മീങ്കര ഒരു എർത്ത് ഡാം കൂടിയാണ്. അതായത് മണ്ണ് കൊണ്ട് നിർമ്മിച്ച സോണൽ ടൈപ്പ് അണക്കെട്ടാണിത്. ഡാമിന്റെ ആകെ നീളം 964 മീറ്റർ ആണ്. അതോടൊപ്പം 30 മീറ്റർ നീളമുള്ള മസോണറി സ്പിൽവേ ഭാഗവുമുണ്ട്. ഡാമിന്റെ മുകളിൽ ഏകദേശം 7 മീറ്റർ വീതിയും അടിഭാഗത്ത് ഏകദേശം 70 മീറ്റർ വീതിയുമുണ്ട്. ഡാമിന്റെ പരമാവധി ഉയരം 18.9 മീറ്റർ ആണ്. ഇപ്പോൾ ഡാമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഉണ്ടല്ലേ, എന്ത് ഭംഗിയാ കാണാൻ. ഇവിടെ മീൻ പിടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പൊ വെള്ളം കുറവാണ് കേട്ടോ. മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാവാം. ഞാൻ ഇറങ്ങി വന്ന സ്ഥലങ്ങളിലൊക്കെ ഡാമിന്റെ പരിസരമാണ്. അവിടെയൊക്കെ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇപ്പോ വെള്ളം കുറവാണ്. പിന്നെ ഇപ്പൊ മഴ തുടങ്ങി, ഇനിയിപ്പോ വെള്ളം കയറുമായിരിക്കും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. എന്തൊരു ഭംഗിയല്ലേ, ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഈ സംഭരിക്കുന്ന ജലമുണ്ടല്ലോ, ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് കൃഷിക്കാണ്. ഏകദേശം 3035 ഹെക്ടർ കൃഷിയിടങ്ങൾക്ക് ജലസേചനം നൽകുന്ന ഒരു പ്രധാന ഡാം കൂടിയാണിത്. പ്രധാനമായും നെൽകൃഷിക്കാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കും ജലാശയത്തിലെ വെള്ളത്തിന്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. മീങ്കര ജലാശയത്തിന് ഏകദേശം 11.33 മില്യൺ ക്യൂബിക് മീറ്റേഴ്സ്, അതായത് 1133 കോടി ലിറ്ററിലധികം മൊത്തം സംഭരണ ശേഷിയുണ്ട്. കൂടാതെ ഏകദേശം 249.5 ഹെക്ടർ വിസ്തൃതിയിലാണ് ഫുൾ സർവൈവർ ലെവൽ ജലാശയം വ്യാപിച്ചു കിടക്കുന്നത്. ഇത് കൃഷികൾക്ക് വെള്ളം നൽകുന്ന ഒരു പ്രധാന ജലസ്രോതസ്സിനുപരി ചുറ്റുമുള്ള പ്രകൃതി ഭംഗി കാരണം യാത്രികരെയും ആകർഷിക്കുന്ന ഒരു ഇടം കൂടിയാണ് മീങ്കര. ഇവിടെ നമുക്ക് മനോഹരമായ ക്ഷേത്രം കൂടി ഈ ഡാമിന്റെ പരിസരത്തായിട്ട് കാണാം കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ തന്നെ വലിയൊരു ആൽമരമുണ്ട് കേട്ടോ. ആൽമരത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. ഏറ്റവും ശുദ്ധമായ വായു നൽകുന്ന ഒരു വൃക്ഷമാണ് ആൽമരം. വലിയ ആൽമരം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. നല്ലൊരു ഭംഗിയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഹനുമാൻ ക്ഷേത്രമാണ്. പാലക്കാട് തമിഴ്നാട് അതിർത്തിയുടെ തൊട്ടടുത്തായതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള ക്ഷേത്രത്തിനൊക്കെ ഒരു തമിഴ്നാട് ടച്ചാണ്. തമിഴ്നാട് ശൈലിയിലാണ് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. രാവിലെ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ. അങ്ങനെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമല്ലല്ലോ. എനിക്ക് വ്യക്തിപരമായി ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. വലിയ തിരക്കുകളില്ലാതെ പ്രകൃതിയോട് ചേർന്ന് കുറച്ചു നേരം ചിലവഴിക്കാനായ ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. ചില യാത്രകൾ സ്ഥലങ്ങൾ കാണാനല്ല, മനസ്സിന് സമാധാനം കണ്ടെത്താനാണ്. മീങ്കര ഡാം അത്തരത്തിലൊരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. നിങ്ങളും മീങ്കര ഡാം സന്ദർശിക്കാൻ വരികയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയമാണ് ഏറ്റവും നല്ലത്. മഴക്കാലത്ത് ഇവിടുത്തെ ഭംഗി ഇരട്ടിയാകും. കൂടാതെ വെള്ളവും ചെറിയ സ്നാക്സും കയ്യിൽ കരുതാൻ മറക്കരുത്. അപ്പോൾ പാലക്കാട് യാത്ര പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായും മീങ്കര ഡാം നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം.
അങ്ങനെ ഫ്രണ്ട്സ്, മീങ്കര ഡാമിന്റെ മനോഹരമായ കാഴ്ചകളും ആസ്വദിച്ച് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ യാത്ര ഇവിടെ തീരുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു മനോഹരമായ ഇടത്തേക്കാണ്, ചൂളിയാർ ഡാം. അവിടേക്ക് പോകുന്ന വഴിയും അവിടെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകളും എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതിനായി അഖിൽ എക്സ്പ്ലോറർ 2.0 തുടരൂ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. Until then, keep exploring.